ഗൈസ്, ഇന്ന് നമ്മുടെ പൃഥ്വിക്കുട്ടിയുടെ 6ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് അതിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൃഥ്വി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിച്ചു പൊളിക്കണ്ടേ ബർത്ത്ഡേ? പൃഥ്വിക്കുട്ടി ഇതാ ഒരു ഗിഫ്റ്റ്. എന്താണെന്ന് ഗസ് ഉണ്ടോ? എന്താണെന്ന് ഗസ് ഉണ്ടോ പൃഥ്വി? എന്താ? ഓപ്പൺ ചെയ് വേഗം. ഇഷ്ടപ്പെട്ടോ? ഇതെന്ത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാളെ പൃഥ്വിയുടെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൃഥ്വിയുടെ ഫ്രണ്ട്സും പിന്നെ കസിൻസും ഒക്കെയാണ് വരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്യാണ് നമ്മുടെ ലക്ഷ്മി. ഹാപ്പി ബർത്ത്ഡേ പൃഥ്വി, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൃഥ്വി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി? ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ പൃഥ്വിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, 18th നവംബർ. അപ്പം ഇന്നലത്തെ കുറച്ച് വിഷ്വൽസാണ് ഞാൻ ആദ്യം ആഡ് ചെയ്തത്, പൃഥ്വിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതും പിന്നെ വിഷസ് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വിഷൊക്കെ ചെയ്തു. നമ്മളിതാ നേരെ ഇനി ശ്രീകണ്ഠേശ്വരത്താണ് പോകുന്നത്. അപ്പം അവിടെ നിന്ന് ഉള്ളൊരു ബ്ലെസ്സിങ് ആണ് ഏറ്റവും ആവശ്യം. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ പോയി നമ്മുടെ മഹാദേവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി അടുത്ത് പോകുന്നത് പൃഥ്വിയുടെ സ്കൂളിലേക്കാണ്. അപ്പം രാവിലെ തന്നെ പൃഥ്വിയുടെ സ്കൂളിൽ മാം എത്താൻ പറഞ്ഞു. കാരണം ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പൃഥ്വിയുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു കേക്ക് കട്ടിങ്ങൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. How old are you now? How old are you now? How old are you today? Thank you. Happy birthday to you. ശേഷം പൃഥ്വിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. പൃഥ്വിയുടെ ഫ്രണ്ട്സ് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കുറേ ബർത്ത്ഡേ കാർഡ്സൊക്കെ പൃഥ്വിക്ക് കൊടുത്തു. ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം കുട്ടികളുടെ എത്ര നേരത്തെ എഫേർട്ടായിരിക്കും ഇതൊക്കെ എടുത്തിരിക്കുന്നത്. എനിവേസ്, താങ്ക് യു സോ മച്ച് മക്കളെ. ഇനിയൊരു ബിഗ് താങ്ക്സ് പറയേണ്ടത് ബീന മാമിനാണ്. കാരണം മാം ഇത്രയും എഫേർട്ട് എടുത്ത് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഇനീഷ്യേറ്റീവ് എടുക്കാൻ മാമിൻ്റെ ആ ഒരു എഫേർട്ടിനാണ് നെക്സ്റ്റ് ഒരു താങ്ക് യു സോ മച്ച് മാം. എന്തായാലും പൃഥ്വിയും ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് RCCയിലേക്കാണ്. അവിടെ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 365 ദിവസവും നമ്മളവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളുടെ പൃഥ്വിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മളാണ് അവിടെ ഇന്ന് ഫുഡ് കൊടുക്കുന്നത്. അപ്പം ഒന്ന് അവിടെ പോയതിന് ശേഷമുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. ഇന്ന് ഈവനിങ്ങിൽ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പൃഥ്വിക്കുട്ടിയുടെ ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും ആയിട്ടുള്ള ഒരു കുട്ടി ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യണമായിരുന്നു.
അപ്പം ഇതാണ് ഈ വർഷത്തെ പൃഥ്വിയുടെ ബർത്ത്ഡേ കേക്ക്. ഒരു സ്പൈഡർമാൻ തീം വേണം എന്നൊക്കെ ആൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഇത് ചെയ്തു തന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള പാർവതിയാണ്. പിറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. അടിപൊളി ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അപ്പം 2 ദിവസം മുമ്പാണ് പറഞ്ഞത്, പക്ഷേ നന്നായിട്ട് ചെയ്തു തന്നു. നല്ല ടേസ്റ്റായിരുന്നു. വലിയ ഇൻട്രോ ഒന്നും വലിച്ചു നീട്ടിയൊന്നും ആരും ലാഗ് അടുപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പറയുന്നു ഇന്നത്തെ എന്തൊക്കെയാണ് നമ്മൾ റുട്ടീൻ പോലെ ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യം. സോ ഫസ്റ്റ് നമ്മള് കേക്ക് കട്ടിംഗ് സെറമണി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എന്റർടൈനിങ് സെഷൻ എന്നുള്ള രീതിക്ക് കുറച്ച് ഗെയിംസ് പാരന്റ്സിനും കിഡ്സിനും 2 പേർക്കും വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാപ്പ് ഒക്കെ തരാൻ പറയല്ലേ. ഇനി ഒരുപാട് സമയം കളയാതെ കേക്ക് കട്ടിംഗ് സെറമണിയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ പൃഥ്വിക്കുട്ടിയുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഞങ്ങളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ അടുത്ത് വിളിക്കുകയാണ്. അത് അവൻ്റെ നിർബന്ധമായിരുന്നു, എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത്. ചേച്ചി അമ്മമ്മ അപ്പൂപ്പൻ ദിനവിധം ജന്മദിനമിതം ശന്തനോദുദേ സർവദാമുദം ചന്ദനയാമഹേ ഭവശതായുഷി പ്രാർത്ഥയാമഹേ ഭവശതായുഷി. എല്ലാവരും ഗുഡ് ബോയ്. എന്റെ വീട്ടില് പറഞ്ഞ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ എനിക്ക് കസിൻ ബ്രദർ ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഒരു ഓൺ ബ്രദർ എന്നുള്ള ഫീലാണ്. ഒരിക്കൽ പോലും ഒരു ഡിസ്റ്റന്റ് ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് എന്റെ ഒരു ചൈൽഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പിന്നെ വാലും അതൊക്കെ ഉണ്ടെങ്കിലും ആള് പാവമാണ്, ഭയങ്കര സ്നേഹമാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പൊ പാസിംഗ് ദ പാഴ്സല് അമ്മമാരെല്ലാരും വരിക. ആദ്യം അമ്മമാര്. Second prize Satya Chechi. 3 branch flower 3 branch flower
കാണിച്ചവരൊക്കെ ഫ്ലവർ ഫ്ലവർ അപ്പോൾ ഗൈസ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ശരിക്കും ഈ ഒരു ദിവസം പൃഥ്വിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് 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 താങ്ക് യു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.